ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമികളുടെ പുത്രനും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിൻ്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു. വരരുചി സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനുമായിരുന്നതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ എന്തെങ്കിലും സംശയം നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ്. അങ്ങനെയിരിക്കെ കാലത്തൊരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യം ഏതാണെന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു. ഈ ചോദ്യത്തിന് തക്കതായി ഉത്തരം പറയാൻ തോന്നായകയാൽ വരരുചി വിഷണ്ണനായി തീർന്നു. ഉടൻ തന്നെ രാജാവ് പറഞ്ഞു, എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല, എനിക്ക് തന്നെ കാണുകയും വേണ്ട. രാജാവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു. എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രധാനം തന്നെ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം? പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവയ്യാതെയുമായി തീർന്നു. രാജാവിൻ്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയല്ല, സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടുന്നു വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ. ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വന്തം ദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്ക തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവനും അലഞ്ഞു നടന്നു. രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൽത്തറയുടെ അടുക്കൽ വന്നു ചേർന്നു. വിശപ്പും ദാഹവും സങ്കടവും സഹിക്കവയ്യാതെ ആ ആൽത്തറയിൽ കയറിക്കിടന്നു. ഉടൻ തന്നെ അദ്ദേഹം ക്ഷീണം കൊണ്ട് മയക്കവുമായി. അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. നേരം ഏകദേശം പാതിരാവായപ്പോൾ ചില ആകാശസഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി. ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച്, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്. ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ, ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല, ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു. ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത്. അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലെ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് മറുപടി പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു. അന്തിയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടു കൂടി ഓരോന്നോർത്ത് കണ്ണുമടച്ച് കിടന്നതല്ലാതെ എഴുന്നേറ്റില്ല. അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടൻ തന്നെ ആലിന്മേലുണ്ടായിരുന്ന ദേവതമാർ, പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണ് എന്നിങ്ങനെ ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു പറയൻ്റെ വീട്ടിലായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ്. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ അത് മാം വിധി എന്ന് അറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണെന്ന് അവർ മറുപടി പറഞ്ഞു. നേരം വെളുക്കാറായി, ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവർ ഉടനെ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തൻ്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയായ അധപ്പതനത്തെക്കുറിച്ചുള്ള വിചാരവും വിഷാദവും ഒന്നുപോലെ ഹൃദയത്തിൽ വിങ്ങാൻ തുടങ്ങി. അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹം എഴുന്നേറ്റു. അപ്പോഴേക്ക് നേരവും വെളുത്തതിനാൽ ഉടനെ അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. 41-ാം ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണ് ഉണ്ടായത്. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവിധം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതുമെന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയുണ്ടായിരുന്നു. രാജസഭ കൂടിയപ്പോൾ രാജാവ് പറഞ്ഞു, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ. അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തതോ
രാജ്യം വിട്ടുപോയതോ എന്തോ. അങ്ങനെയാവാൻ വഴിയില്ല. സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏതു വിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതിരിക്കുകയില്ല. ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വരരുചി എവിടെയെത്തി. അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിന് മനസ്സിലായി. ഉടൻ തന്നെ രാജാവ് എന്തായി, മനസ്സിലായോ എന്ന് ചോദിച്ചു. വരരുചി പറഞ്ഞു, ദൈവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ പറയാം. ഏതു ശ്ലോകമാണ്, ഏതു വാക്യമാണ്, കേൾക്കട്ടെ, രാജാവ് പറഞ്ഞു. രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം. ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരിയെന്ന് ഐക്യകണ്ഠേന സമ്മതിച്ചു. രാജാവ് സന്തോഷത്തോടെ എഴുന്നേറ്റ് വില തീരാതെയുള്ള ആഭരണങ്ങളും അനവധി രത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. തന്നോടുകൂടി യഥാപൂർവം താമസിച്ചു കൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എല്ലാവരും കൂടി ഓരോ രാജ്യവർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രിയിൽ ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കുമെന്ന് കണ്ടിരിക്കുന്നു. ഇന്നു മുതൽ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും. അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം. ഇത് കേട്ടപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണന്റെ വചനം ഒരിക്കലും മിഥ്യയാകില്ലെന്ന വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വ്യസനമായി തീർന്നു. ബാലനിഗ്രഹം കഷ്ടം, വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല. അതിനാൽ എന്തു വേണ്ടു എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തിക്കുത്തി അതിൽ കിടത്തി നദിയിലൊഴുക്കുക. ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു. ഉടൻ തന്നെ 2 ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു. കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ കുട്ടിയെ എടുത്ത് കൽപ്പന പ്രകാരം ചെയ്യുകയും ഉടൻ തന്നെ വിവരം രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു. തനിക്ക് വരുവാൻ ഭാവിച്ച അധപ്പതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്നു സമാധാനിച്ച് വരരുചിക്ക് വളരെ സന്തോഷവുമായി. പിന്നെയും അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ സേവകനായി താമസിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെ ആക്കി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ചെന്നു. ഉടനെ ബ്രാഹ്മണൻ, വേഗത്തിൽ കുളിച്ചു വരാം, ഇവിടെ ഊണുകാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായി പറഞ്ഞു, ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട്. അതൊക്കെ സാധിക്കുമോ എന്ന് അറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ. ദുർഘടങ്ങൾ എന്തെല്ലാമാണാവോ? ഇവിടെ നിവൃത്തിയുള്ളതാണെങ്കിൽ സാധിക്കാം. എന്തായാലും കേൾക്കട്ടെ. മറ്റൊന്നുമല്ല, കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ. എന്നു മാത്രമല്ല, എൻ്റെ ഊണിന് 108 കൂട്ടം കൂട്ടാൻ വേണം. ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം, 4 പേരിനെ ചുമക്കുകയും വേണം. ഇത്രയും ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട്, അച്ഛനൊട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട, ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കൂ. ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു. ഉടൻ തന്നെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എല്ലാം സാധിക്കും, ഇതൊന്നും അത്ര പ്രയാസമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത്. വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ്. 100 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അദ്ദേഹത്തിന് വൈശ്യദേവം കഴിക്കണമെന്നാണ്. വൈശ്യം കൊണ്ട് 100 ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ 108 കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ്. ഇഞ്ചിക്കറി ഉണ്ടായാൽ 108 കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് 3 പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റിലയും അടയ്ക്കയും 100 കൂട്ടി മുറുക്കണമെന്നാണ്. പിന്നെ അദ്ദേഹത്തെ 4 പേർ ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം, അതിനൊരു കട്ടിൽ വേണമെന്നാണ്. കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽക്കാലുകൾ 4 കൂടിയാണല്ലോ ചുമക്കുന്നത്.
ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനിവിടെ എന്താ വിഷമം? ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ സന്തോഷിക്കുകയും മകളുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ, അയാൾ കന്യകയെ പറഞ്ഞയച്ചു. വരരുചി കുളിയും കഴിഞ്ഞു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം തയ്യാറായിരുന്നു. താൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധിസാമർഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാകിയാൽ ഏതു വിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറച്ചു. എന്തിനു വളരെ പറയുന്നു, വരരുചി തൻ്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും കാലതാമസം കൂടാതെ ആ കന്യകയെ വിവാഹം കഴിച്ച് സ്വഗൃഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു. അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വന്തം ഗൃഹത്തിൽ താമസിച്ചു പോന്നു. ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ് സ്വൈര്യസല്ലാപം ചെയ്തിരുന്ന സമയത്ത് വരരുചി തൻ്റെ പ്രേമഭാജനമായ പത്നിയുടെ തലമുടി ഭംഗിയാകും വിധം ചീകിക്കെട്ടി. അപ്പോൾ തലയുടെ മധ്യത്തിൽ വലിയതായ ഒരു മുറിവ് കണ്ടു. അയാൾ അത് എന്താണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അതൊരു പന്തം തറച്ച പാടാണ്, അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിണ്ടിച്ചെങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ട് എന്നെ പിടിച്ചു കയറ്റി വളർത്തിയെന്നും പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ തലയിൽ ഒരു പന്തവും തറച്ചിരുന്നു അത്രേ. ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷമങ്ങളുണ്ടായെങ്കിലും സമാധാനപ്പെട്ടുകൊണ്ട് വിവരങ്ങളെല്ലാം തൻ്റെ ധർമ്മപത്നിയെയും അറിയിച്ചു. ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കണ്ട. ശിഷ്ടകാലം ദേശസഞ്ചാരം കൊണ്ട് തന്നെ നയിക്കണം. വരരുചിയും ഭാര്യയും ഉടൻ തന്നെ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു. എന്നു പറഞ്ഞാൽ അവർ പരദേശികന്മാരായിരുന്നുവെന്നും മേൽപ്പറഞ്ഞ കഥകളെല്ലാം പരദേശത്ത് വെച്ച് നടന്നുവെന്നും സാരം. അങ്ങനെ അവർ ഓരോ ദിക്കുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഈ കാലത്ത് വരരുചിയുടെ ഭാര്യ ഗർഭം ധരിച്ചു. ഗർഭം പൂർണ്ണമായി. പ്രസവവേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഭർത്താവ് വഴിയിലിരുന്നു. ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ട് എന്ന് വരരുചി ചോദിച്ചു. ഉണ്ടെന്ന് ഭാര്യ മറുപടിയും പറഞ്ഞു. വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്, അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല. ഇതും പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ട് ഭാര്യയോടുകൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. പെറ്റിക്കിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല. പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായ്കനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വല്പമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു. എങ്കിലും ആ പതിവ്രതയ്ക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി 11 പ്രസവം കഴിഞ്ഞു. കുട്ടികളെയെല്ലാം കാട്ടിൽ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്തു. ആ 11 കുട്ടികളെയും ബ്രാഹ്മണൻ മുതൽ 11 ജാതിക്കാർക്ക് കിട്ടുകയും അവർ എടുത്തുകൊണ്ടുപോയി വളർത്തുകയും ചെയ്തു. 12ാമത്തെ ഗർഭമുണ്ടായപ്പോൾ അവൾ മനസ്സിൽ വിചാരിച്ചു, ഞാൻ 11 പ്രസവിച്ചിട്ടും ഒരു കുട്ടിയും എനിക്കില്ലല്ലോ. ഇപ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം. എന്നാൽ ആ കുട്ടിയെയെങ്കിലും എടുത്തുകൊള്ളുവാൻ ഇദ്ദേഹം അനുവദിക്കുമായിരിക്കും. പിന്നീട് കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ അവൾ മനസ്സിൽ നിശ്ചയിച്ചു. ഗർഭം പൂർണ്ണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ട് എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് അവൾ മറുപടി പറയുകയും ചെയ്തു. ആ കുട്ടിയെ എടുത്തുകൊള്ളാൻ ഭർത്താവ് അനുവദിച്ചു. ഉടൻ തന്നെ കുട്ടിയും എടുത്ത് 2 പേരും കൂടി പുറപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ടും കുട്ടിക്ക് വായില്ലാതെയായി തീർന്നു. വരരുചി ആ കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ലാ കുന്നിലപ്പൻ. ഈ വായില്ലാ കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയിപെറ്റ പന്തിരുകുലം എന്ന് പറയുന്നത്. ഇവർ പല ദിക്കുകളിലായിട്ടാണ് താമസിച്ചു വന്നത്. എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം സഹോദരങ്ങളാണെന്നറിയുകയും തമ്മിൽ സ്നേഹത്തോടുകൂടി പാർത്തു വരികയും ചെയ്തു. വരരുചിയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. ആ മാതാപിതാക്കന്മാരുടെ ശ്രാദ്ധത്തിന് മേൽ പറഞ്ഞ 12 പേരിൽ വായില്ലാക്കുന്നിലപ്പനൊഴിച്ച് മറ്റെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബലിയിടുകയുമാണ് പതിവ്.